ഹായ് ലേണേഴ്സ്, എല്ലാവർക്കും ഹിസ്റ്റോറിയയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് മെഗാലിത്തിക് കൾച്ചറുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള അവസാനത്തെ ക്ലാസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ക്ലാസ്സിൽ മെഗാലിത്തിക് ഇക്കണോമി, സൊസൈറ്റി, അതുപോലെ അവരുടെ റിലീജിയസ് ബിലീഫ്സ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് എങ്ങനെയായിരുന്നു മെഗാലിത്തിക് ഇക്കണോമി അല്ലെങ്കിൽ മഹാശിലാകാല സമ്പദ് വ്യവസ്ഥ ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. മഹാശിലാകാല ജനത വേട്ടയാടൽ, കായ്കനികളുടെ ശേഖരണം, മൃഗസംരക്ഷണം, കൃഷി, കരകൗശല നിർമ്മാണം, കൈമാറ്റം എന്നിങ്ങനെ വിവിധ ഉപജീവന മാർഗങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. എന്തൊക്കെയാണ്? വേട്ടയാടൽ, അതുപോലെ കായ്കനികളുടെ ശേഖരണം, മൃഗസംരക്ഷണം, കൃഷി എന്നിവയായിരുന്നു പ്രധാന ഉപജീവന മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഉപജീവന വൃത്തിക്കായി ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും മഹാശിലാകാല സമൂഹം നിർമ്മിച്ചിരുന്നു. ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത തന്നെ നമുക്കറിയാം. എന്താണ്? ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് മെഗാലിത്തിക് കൾച്ചറിന് എന്തു പേരിലും കൂടി അറിയപ്പെടുന്നത്? ഇരുമ്പ് യുഗം അല്ലെങ്കിൽ അയൺ ഏജ് എന്ന് കൂടി വിളിക്കുന്നത്. കുന്തമുനകൾ, അമ്പുമുനകൾ, വാൾ, തൃശൂലം, കടാര, കത്തി, മഴു തുടങ്ങിയ ഇരുമ്പായുധങ്ങൾ മഹാശിലാകാല മനുഷ്യർ വേട്ടയാടലിനും പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾക്കും ഉപയോഗിച്ചതായി കരുതപ്പെടുന്നു. ഇത്തരത്തിലുള്ള ആയുധങ്ങൾ നമുക്ക് വിവിധ മെഗാലിത്തിക് സൈറ്റുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കുന്തമുനകളും അതുപോലെ അമ്പ്, വാള്, തൃശൂലം, കടാര തുടങ്ങിയവ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇവ പ്രധാനമായിട്ടും കൃഷിക്കും അതുപോലെ വാർഫെയറിന് വേണ്ടിയിട്ടുമായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മഹാശിലാകാലം മുതൽക്കാണ് കേരളത്തിൽ ബഹുവിള കാർഷിക ഉൽപാദന രീതി ആരംഭിച്ചത്. കുപ്പക്കൊല്ലി, അരിപ്പ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കലപ്പയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കുപ്പക്കൊല്ലി എന്ന് പറയുന്നത് വയനാട് ജില്ലയിലാണ്, അതുപോലെ അരിപ്പ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ്. ഇവിടെ രണ്ട് സ്ഥലത്തു നിന്നും കലപ്പയുടെ അവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട്. കലപ്പ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മെഗാലിത്തിക് കാലഘട്ടത്തിൽ കൃഷി വ്യാപകമായി ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ മഹാശിലാകാല ജനത ആഭ്യന്തര കൈമാറ്റ കച്ചവടങ്ങളിൽ സജീവമായിരുന്നു. സ്മാരകങ്ങൾക്ക് അകത്തുനിന്ന് കണ്ടെത്തിയ വില കൂടിയ മുത്തുകൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പൊ ഇവരുടെ ഉപജീവന മാർഗത്തിൽ എന്തുകൂടി വരുന്നുണ്ട്? കച്ചവടങ്ങൾ. അത് ആഭ്യന്തരവും അതുപോലെ വിദേശത്തിലേക്കുമുള്ള കൈമാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് കാർനീലിയൻ, ക്വാർട്സ്, ബെറിൽ, അമിത്തീസ്റ്റ് തുടങ്ങിയ ആഡംബര വർണ്ണക്കല്ലുകൾ. ഇവ കേരളത്തിൽ ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും? ഈ ഒരു കാലഘട്ടത്തിലെ ആളുകൾക്ക് ദൂരദേശങ്ങളുമായിട്ടുള്ള വ്യാപാരം ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരു പ്രധാന സൂചനയാണ് ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള മുത്തുകൾ മഹാശിലാ സംസ്കാരങ്ങൾക്കുള്ളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇരുമ്പ് നിർമ്മാണം, മൺപാത്ര നിർമ്മാണം, കരകൗശല നിർമ്മാണം, ചെങ്കല്ല്, കരിങ്കല്ല്, പാറ വെട്ടിയും തുറന്നും സ്മാരകങ്ങളും മറ്റും നിർമ്മിക്കുന്ന കൽപ്പണി തുടങ്ങിയ സാങ്കേതിക വിദ്യയുടെ വളർച്ച മഹാശിലാ സംസ്കാരത്തിന്റെ സവിശേഷതയാണ്. അപ്പൊ ഈ കാലത്ത് ഇത് മാത്രമായിരുന്നില്ല, കൂടാതെ പലതരത്തിലുള്ള കരകൗശല പണികൾ, അതായത് ഇരുമ്പ് നിർമ്മാണം, മൺപാത്രം നിർമ്മിക്കുന്ന ആളുകൾ, അതുപോലെ ചെങ്കല്ലും കരിങ്കല്ലും ഒക്കെ വെട്ടിത്തുറന്ന് സ്മാരകങ്ങൾ നിർമ്മിക്കുന്ന കൽപ്പണിക്കാർ തുടങ്ങിയ സാങ്കേതിക വിദ്യയുടെ വളർച്ച എന്ന് പറയുന്നത് മെഗാലിത്തിക് കൾച്ചറിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ചുമന്ന മൺപാത്രങ്ങളും അലങ്കാര പണികളുള്ള മൺപാത്രങ്ങളും കാലുള്ള ചുവന്ന മൺപാത്രങ്ങളും മഹാശിലാകാല ജനങ്ങളുടെ നിർമ്മാണ വൈഭവത്തിന്റെ തെളിവാണ്. ഇത്തരം മൺപാത്രങ്ങൾ ചക്രം ഉപയോഗിച്ച് നിർമ്മിച്ചവയും അതുപോലെ തന്നെ ചൂളക്കട്ടയിൽ ചുട്ടെടുത്തവയുമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിന്റെ മറ്റൊരു സവിശേഷത നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മൺപാത്ര നിർമ്മാണം. പലതരത്തിലുള്ള മൺപാത്രങ്ങൾ, അത് അലങ്കാര പണികളുള്ളവയും കാലുള്ള മൺപാത്രങ്ങൾ തുടങ്ങിയവ എന്ന് പറയുന്നത് ഈ ഒരു കാലത്തെ ആളുകളുടെ നിർമ്മാണ വൈഭവത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. കൂടാതെ കുടക്കല്ല്, തൊപ്പിക്കല്ല്, കൽവളയങ്ങൾ, കരിങ്കല്ലറകൾ, പെട്ടിക്കല്ലറകൾ എന്നിവ മഹാശിലാകാലത്തെ സ്മാരകങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ആളുകളുടെ നിർമ്മാണ വൈഭവത്തെ സൂചിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തെ കുറിച്ച് പഠനം നടത്തിയ മിക്ക ചരിത്രകാരന്മാരുടെയും അഭിപ്രായത്തിൽ കേരളത്തിലെ മഹാശിലാ സമൂഹം കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവരായിരുന്നു എന്ന് കരുതപ്പെടുന്നു. അപ്പോൾ ഇവരുടെ ഒരു ഇക്കണോമി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിരുന്നു. അതോടൊപ്പം തന്നെ മൺപാത്ര നിർമ്മാണം, ഇരുമ്പ് നിർമ്മാണം തുടങ്ങിയ കരകൗശല നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഈ ഒരു സമൂഹം ഏർപ്പെട്ടതായി അനുമാനിക്കാനായിട്ട് സാധിക്കും.
അടുത്തതായിട്ട് ഈ ഒരു കാലഘട്ടത്തിലെ ആളുകളുടെ വിശ്വാസ സമ്പ്രദായം ഏത് രീതിയിലായിരുന്നു എന്നതാണ് പഠിക്കാനായിട്ട് പോകുന്നത്. പൂർവിക ആരാധന, മരണമടഞ്ഞവരോടുള്ള ഭയഭക്തി ബഹുമാനം, ആത്മാവിലോ മരണാനന്തര ജീവിതത്തിലോ ഉള്ള വിശ്വാസം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടതാണ് മഹാശിലാ സ്മാരകങ്ങൾ എന്ന് നമുക്കറിയാം. കാരണം ഇത്തരത്തിലുള്ള മഹാശിലാ സ്മാരകങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിന്റെ മാത്രം സവിശേഷതയാണ്. അത് ചിലപ്പോൾ പൂർവികരോടുള്ള ആരാധനയുടെ ഭാഗമായിട്ടായിരിക്കാം, ചിലപ്പോൾ അവരോടുള്ള ഭയഭക്തി ബഹുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആത്മാവിലോ മരണാനന്തര ജീവിതത്തിലോ ഉള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം. മരണമറിഞ്ഞവരുടെ സ്മരണയ്ക്കാണ് ഇവ നിർമ്മിച്ചിരുന്നത്. പ്രധാനമായും 2 തരത്തിലുള്ള ശവസംസ്കാര രീതിയാണ് ദക്ഷിണേന്ത്യയിൽ ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്: പ്രാഥമിക രീതിയും ദ്വിതീയ രീതിയും. പ്രാഥമിക രീതിയിൽ ശരീരം മുഴുവനായിട്ട് അടക്കം ചെയ്യും. ദ്വിതീയ രീതിയിൽ ശവശരീരം കത്തിച്ചതിന് ശേഷമോ അഴുകിയ ശേഷമോ സ്മാരകങ്ങൾക്കകത്ത് എല്ലുകൾ ശേഖരിച്ചു വെക്കുന്ന രീതിയാണ്. അപ്പൊ 2 തരത്തിലാണ് ഈ ഒരു രീതി ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്നത്: പ്രാഥമികമായിട്ടും അതുപോലെ ദ്വിതീയമായിട്ടും. പ്രാഥമിക രീതിയിലും ശവശരീരം മുഴുവനായിട്ട് സൂക്ഷിച്ചു വെക്കുകയും, ദ്വിതീയ രീതിയിൽ ശവശരീരം കത്തിച്ചതിന് ശേഷം അഴുകിയതിനു ശേഷമോ എല്ലുകൾ മാത്രം സ്മാരകങ്ങൾക്കകത്ത് ശേഖരിച്ചു വെക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ പൊതുവെ കാണപ്പെടുന്നത് 2ാമത്തെ രീതിയാണ്. പൊതുവായി കാണപ്പെടുന്ന നന്നങ്ങാടികൾ മുതൽ കൽവളയങ്ങൾ, ചെങ്കല്ലറകൾ, കരിങ്കല്ലറകൾ എന്നിവയെക്കുറിച്ച് സംഘം കൃതികളായിട്ടുള്ള പുറനാനൂറ്, മണിമേഖല തുടങ്ങിയവയിൽ പരാമർശിക്കുന്നുണ്ട്. കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങളെ ഹിന്ദു മതത്തിലെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെടുത്തി ആദ്യമായി പഠനം നടത്തിയത് വില്യം ലോഗൻ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ കേരളത്തിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു മെഗാലിത്തിക് ബെറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ദ്വിതീയ രീതിയാണ്. അതായത് ശവശരീരം അഴുകിയതിനോ കത്തിച്ചതിനോ ശേഷം എല്ലുകൾ മാത്രം ശേഖരിച്ച് സ്മാരകങ്ങൾക്ക് അകത്ത് വെക്കുന്ന രീതിയാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. അടുത്തതായി മഹാശിലാ സമൂഹത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. മഹാശിലാ സ്മാരകങ്ങളും അവയിൽക്കകത്ത് നിന്ന് ലഭിച്ച ശ്മശാന പുരാവസ്തുക്കളും നൽകുന്ന സൂചന അനുസരിച്ച് കർഷകർ, കൽത്തച്ചൻ, മൺപാത്ര നിർമ്മാതാക്കൾ, ഇരുമ്പ് പണിക്കാർ, ചെമ്പ് വെങ്കല നിർമ്മാതാക്കൾ, സ്വർണ്ണപ്പണിക്കാർ, മുത്തു നിർമ്മാതാക്കൾ, കൈമാറ്റ കച്ചവടക്കാർ തുടങ്ങിയവർ കേരളത്തിലെ ഇരുമ്പ് കാലത്ത് ജീവിച്ചിരുന്നു. ഇക്കാലത്തെ സമൂഹം പലതരം ഉപജീവന മാർഗങ്ങൾ തേടിയിരുന്നു. വേട്ടയാടൽ, കൃഷി, മീൻപിടുത്തം, പ്രാദേശികവും ദൂരദേശവുമായുള്ള കൈമാറ്റ ബന്ധങ്ങൾ എന്നിവ. കേരളത്തിലെ ഗോത്ര വിഭാഗങ്ങളിൽ ഇന്നു കാണുന്ന പലതരം ശവസംസ്കാര രീതികൾക്കും മഹാശിലാകാലത്തെ ശവസംസ്കാര രീതികളുമായി ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു മഹാശിലാകാല സമൂഹത്തിൽ പ്രധാനമായും ജീവിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാർ എന്ന് പറയുന്നത് കർഷകരുണ്ടായിരുന്നു, അതുപോലെ കൽത്തച്ചന്മാര്, മൺപാത്ര നിർമ്മാതാക്കൾ, ഇരുമ്പ് പണിക്കാർ, ചെമ്പ് വെങ്കല നിർമ്മാതാക്കൾ, സ്വർണ്ണ പണിക്കാർ, മുത്ത് നിർമ്മാതാക്കൾ, അതുപോലെ കൈമാറ്റം ചെയ്യുന്ന ആളുകൾ. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഉപജീവന മാർഗങ്ങൾ, വേട്ടയാടി ജീവിക്കുന്നവരുണ്ടായിരുന്നു, കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ടായിരുന്നു, മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കിയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ബെറിയൽ പ്രാക്ടീസ് താരതമ്യം ചെയ്ത് പഠനം നടത്തുന്ന ചരിത്രകാരന്മാരും അതുപോലെ ആന്ത്രോപോളജിസ്റ്റുകളും ഒക്കെ പറയുന്നത് ഇന്ന് കാണുന്ന കേരളത്തിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ഈ ഒരു മെഗാലിത്തിക് സംസ്കാരം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാണ്. മഹാശിലാകാലത്തെ സ്മാരക രീതികളുടെ തുടർച്ച മലപണ്ടാരം, മലയരയർ, കാടർ, ഊരാളികൾ, അതുപോലെ മലപ്പുലയർ, കുറുമ്പർ, ചെറുമ്പർ, കുറിച്യർ തുടങ്ങിയ ഗോത്ര വിഭാഗങ്ങളിൽ ഇന്നും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ മലയരയൻ എന്ന് പറയുന്ന വിഭാഗം ആളുകൾ ഡോൾമെനുകൾ നിർമ്മിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ മലപ്പുലയർ എന്ന് പറയുന്ന വിഭാഗം മരിച്ചയാളെ അടക്കം ചെയ്താൽ തല, നെഞ്ച് എന്നീ ഭാഗങ്ങളിൽ കല്ലുകൾ നാട്ടിവെക്കും. അതിന്റെ ഒരു സൂചനയായിട്ട് കല്ല് നാട്ടിവെക്കും. നായാടികൾ എന്ന് പറയുന്ന വിഭാഗം കൽവളയങ്ങൾ നിർമ്മിക്കുന്നുണ്ട് എന്ന് ഇന്നും പറയപ്പെടുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലും ഇത്തരത്തിലുള്ള രീതികൾ കാണപ്പെടുന്നുണ്ട്. മരിച്ചയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും മൃതശരീരത്തോടൊപ്പം അടക്കം ചെയ്യുകയും അവയ്ക്ക് മുകളിൽ സ്മാരക രൂപമായ ഒരു കല്ല് നാട്ടുകയും ചെയ്തിരുന്നു. ചിലപ്പോൾ മരണാനന്തര ജീവിതത്തിലും ആത്മാവിലും വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു രീതി ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മെഗാലിത്തിക് കൾച്ചർ ഇന്നും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വിഭാഗം ഗോത്രങ്ങൾ എവിടെയുണ്ട്? നമ്മുടെ കേരളത്തിൽ അധിവസിക്കുന്നുണ്ട് എന്നാണ് പല ചരിത്രകാരന്മാരും കണ്ടെത്തിയിട്ടുള്ള നിരീക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചത്
പഠിച്ചത്. ഈ ഒരു ഭാഗത്തെ അവസാനത്തെ ക്ലാസ് ആണ്. മെഗാലിത്തിക് ഇക്കണോമി എങ്ങനെയാണ്, സൊസൈറ്റി എങ്ങനെയാണ്, അതുപോലെ തന്നെ അവരുടെ ബിലീഫ്സ് എങ്ങനെയാണ്, വിശ്വാസങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് ശ്രമിച്ചത്. ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.